പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസഭാ സെക്രട്ടേറിയറ്റിൽ വൻ പെൻഷൻ ക്രമക്കേട്. ഒരേ ആൾക്ക് 2 പേരിൽ പെൻഷൻ. KR ഗൗരിയമ്മ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുവെന്ന് രേഖകൾ. ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന മുൻ MLA മാർക്കും അവരുടെ ആശ്രിതർക്കുമുള്ള പെൻഷൻ വിതരണത്തിൽ വ്യാപക ക്രമക്കേടെന്നാണ് ആക്ഷേപം. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു തലസ്ഥാനത്ത് നിന്ന്. ശാലിനി, ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു ക്രമക്കേട് ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകില്ല. ജീവിച്ചിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുടെ പേരിൽ മരിച്ചവരുടെ പെൻഷൻ നൽകുന്നു, അതുപോലെ ഒരേ ആൾക്ക് 2 പെൻഷൻ, അങ്ങനെയുള്ള വിവിധ ക്രമക്കേടുകളാണ് ഇപ്പോൾ ഈ വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ജീവിച്ചിരിക്കുന്നവർ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ വാങ്ങാനായി ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുകയാണ്. ഇപ്പോൾ മസ്റ്ററിംഗ് കാലമാണ്. അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുമ്പോഴാണ് മരിച്ചവരുടെ പേരിൽ തന്നെ പെൻഷൻ വാങ്ങുന്നു. ഒപ്പം തന്നെ അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി നൽകുന്നു, അവരുടെ 2 ഭാര്യമാർക്ക് വേണ്ടി പെൻഷൻ. അങ്ങനെ വഴിവിട്ട രീതിയിൽ ക്രമക്കേടുകൾ നടത്തിയ ഒരു സർക്കാർ സംവിധാനം അമ്പേ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് ഈ RTI രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് അർഹരായ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പലർക്കും ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അനർഹരായിട്ടുള്ള പലർക്കും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതായിട്ടുള്ള RTI രേഖ പുറത്തേക്ക് വരുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം പ്രജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 225 മുൻ MLA മാർക്കാണ് പെൻഷൻ നൽകുന്നത്. അതിൽ മരണപ്പെട്ട 230 പേരുടെ കുടുംബാംഗങ്ങൾക്കും പെൻഷൻ നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ RTI രേഖ പറയുന്നത്. എന്നാൽ ഈ ലിസ്റ്റിൽ കടന്നുകൂടിയ ക്രമക്കേട് എന്നുള്ളത് വലിയ ആഴത്തിലുള്ളതാണ് എന്നുള്ളതാണ്. അതിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റിൽ സജീവമായി ആളുകൾ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ ഒരേ വ്യക്തിക്ക് 2 പെൻഷൻ എന്നുള്ളതാണ്. അതായത് KR ഗൗരിയമ്മ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ് ഈ RTI രേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 മെയ് 11 അന്തരിച്ച പ്രമുഖ നേതാവ് KR ഗൗരിയമ്മയും ഒപ്പം തന്നെ മുൻ MLA TV തോമസിന്റെ ഭാര്യ എന്ന നിലയിലാണ് ഇപ്പോഴും പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നതായി ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. മറ്റൊരാളെന്നുള്ളത് ഭാര്യയ്ക്ക് കുടുംബ പെൻഷൻ അടക്കം നൽകുന്ന ഒരു രേഖ കൂടി ഇപ്പോൾ RTIയുടെ ഭാഗമായി പുറത്തേക്ക് വരികയാണ്. മരിച്ചയാൾക്കും പെൻഷൻ നൽകുന്നു എന്നുള്ളതാണ് ഈ മുൻ MLA മാരുടെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 2019 ഡിസംബർ 13 മരണപ്പെട്ട 2019 ഡിസംബർ 13 മരണപ്പെട്ട മുൻ ദേവികുളം MLA S സുന്ദരമാണിക്യത്തിന് ഇപ്പോഴും പെൻഷൻ നൽകുന്നു. അതേ വ്യക്തി മരിച്ചെന്ന് കാണിച്ച് ഭാര്യ അന്നമ്മാളിന് കുടുംബ പെൻഷനും നൽകുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രജിത്ത്. അതായത് 2019 ഡിസംബർ 13 അദ്ദേഹം മരണപ്പെട്ടത്. മരണപ്പെട്ട ശേഷവും MLA ആയി S സുന്ദരമാണിക്യത്തിന് പെൻഷൻ നൽകുകയാണ്. അതുമാത്രമല്ല, ഇതേ വ്യക്തി മരിച്ചെന്ന് കാണിച്ച് ഭാര്യ അന്നമ്മാളിന് കുടുംബ പെൻഷൻ അനുവദിച്ചായും ഈ RTI രേഖയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ തന്നെ സരോജിനി ബാലാനന്ദൻ 2023 ഓഗസ്റ്റിൽ അന്തരിച്ച സരോജിനി ബാലാനന്ദനും അതായത് ഈ ബാലാനന്ദന്റെ ഭാര്യയാണ്. അവർക്കും ഇപ്പോഴും പെൻഷൻ ലിസ്റ്റിൽ സജീവമായി പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് നമുക്ക് ഈ രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ആൾമാറാട്ടവും ദുരൂഹതകളും നിറഞ്ഞതാണ് ഈ പെൻഷൻ പട്ടിക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതായത് PK ശ്രീമതി ടീച്ചറുടെ പേരിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു ഈ പെൻഷൻ പട്ടികയിൽ എന്നുള്ളതാണ്. മുൻ MP കൂടിയായ PK ശ്രീമതി PR കൃഷ്ണൻ എന്ന മുൻ MLAയുടെ ഭാര്യ എന്ന പേരിലാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നത് എന്നുള്ളതാണ്. എന്നാൽ സഭാരേഖകളിൽ ഇങ്ങനെ ഒരു MLAയെ ഈ സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രേഖയിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ശ്രീമതി ടീച്ചറുടെ ഭർത്താവ് E ദാമോദരൻ നമ്പ്യാർ നിയമസഭാ അംഗമായി ഇരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെ സ്വന്തം ഭർത്താവിന്റെ പേര് പോലും മാറി അത്തരത്തിൽ ഒരു അർഹത തേടിക്കൊണ്ട് ഇത്തരത്തിൽ പെൻഷനിൽ ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ RTI രേഖ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, MLA ആകാത്ത ആളുടെ മകൾക്ക് പോലും സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് പെൻഷൻ നൽകുന്നു എന്നുള്ള മറ്റൊരു വിരോധാഭാസം കൂടി ഈ RTI രേഖ ലഭ്യമായതോടുകൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏതായാലും വലിയ വിമർശനങ്ങൾ ഒരു വശത്ത് നിന്ന് ഉയരുകയാണ്. ശാലിനി, തുടരാം. ഈ കൂടുതൽ തട്ടിപ്പുകൾ, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ തട്ടിപ്പുകളും നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ശാലിനി. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ SK ജയകുമാർ വ്യക്തമാക്കിയതുപോലെ പങ്കാളിത്ത പെൻഷൻ അടക്കം അർഹരായ ഒരുപാട് പേർ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ അർഹരല്ലാത്ത നിരവധി പേർ ഖജനാവിൽ നിന്നും ഈ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. തിരികെ പിടിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവരടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ഇതിൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് ഈ RTI രേഖ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ MLA ആകാത്ത ഒരാളുടെ മകൾക്ക് വർഷങ്ങളായി പെൻഷൻ നൽകുക, പ്രൊഫസർ KM ചാണ്ടിയുടെ മകൾ ത്രേസ്യാമ്മ ചാണ്ടിക്കാണ് അങ്ങനെ പെൻഷൻ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, 2 ഭാര്യമാർക്കും പെൻഷൻ നൽകുന്നു എന്നുള്ളൊരു വിചിത്രമായിട്ടുള്ള നടപടിയും ഈ നിയമസഭയിലെ സാമാജികർക്ക് നൽകുന്നുണ്ട്
നിന്നുള്ള ഈ പെൻഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മുൻ തിരുവമ്പാടി MLA AV അബ്ദുറഹ്മാൻ ഹാജിയുടെ 2 ഭാര്യമാർക്കാണ് ഒരേ സമയം കുടുംബ പെൻഷൻ അനുവദിക്കുന്നത്. നമുക്കറിയാം, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അർഹരായ ഒരാൾക്ക് മാത്രമാണ് പെൻഷൻ നൽകേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അദ്ദേഹം വിവാഹം കഴിച്ച 2 പേർക്കും സമാസമം പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഇരട്ട പെൻഷനും സിറ്റിംഗ് MLA-മാരുടെ പെൻഷന്റെ കാര്യത്തിലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ RTA രേഖ സൂചിപ്പിക്കുന്നത്. എലിസബത്ത് മാമൻ മത്തായിയുടെ ഇരട്ട പെൻഷനാണ് ഇതിൽ ചൂണ്ടിക്കാട്ടാനുള്ളത്. അതായത് മുൻ തിരുവല്ല MLA എന്ന നിലയിൽ സ്വന്തം പെൻഷനും ഒപ്പം തന്നെ അന്തരിച്ച മുൻ MLA മാമൻ മത്തായിയുടെ ഭാര്യ എന്ന നിലയിൽ കുടുംബ പെൻഷനും ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ സമയം 2 പെൻഷനുകൾ ഇത്തരത്തിൽ ഒരു വ്യക്തി തന്നെ വാങ്ങുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, തുടരുന്നവർക്കും പെൻഷൻ ലിസ്റ്റിൽ സ്ഥാനം എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം. അതായത് ചേലക്കരയിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സിറ്റിംഗ് MLA MLA ആയിട്ടുള്ള UR പ്രദീപും ഈ പെൻഷൻ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ നിലവിൽ സിറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ പെൻഷനും വാങ്ങുന്നു എന്നുള്ള മറ്റൊരു കാര്യം കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, 16ാം നിയമസഭയിൽ തിരിച്ചെത്തിയവർ 16ാം നിയമസഭയിൽ MLA-മാരായി തിരിച്ചെത്തിയ തോമസ് ഉണ്ണിയാടൻ, ഒപ്പം തന്നെ KM ഷാജി, ഷാനിമോൾ ഉസ്മാൻ, N ശക്തൻ എന്നിവരെ ഇനിയും പെൻഷൻ ലിസ്റ്റിൽ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും സാമാജികരായി ഇരുന്ന് പോയ ശേഷം അവർ പിന്നീട് സാമാജികരല്ലാതിരിക്കുമ്പോൾ അവർക്ക് പെൻഷൻ നൽകുന്നത് സാധാരണമാണ്. പക്ഷേ അവർ വീണ്ടും സഭയിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ അവരുടെ പെൻഷൻ കിട്ടാനുള്ള അർഹത ഇല്ലാതാവുകയും ചെയ്യും. MLA ആയി നിലവിൽ സിറ്റിംഗ് MLA-മാരായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ പെൻഷൻ റദ്ദാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയും ചിലർ ഈ പെൻഷൻ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. പെൻഷൻ ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേറിയിട്ട് ഏകദേശം 1 മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഈ കാലയളവിൽ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള പട്ടികയിൽ ഇവരും ഇടപെടുകയാണ്, അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. കൂടാതെ പേജുകൾ മാറി വന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ചില ചട്ടലംഘനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വീഴ്ചകളും ഗുരുതര ക്രമക്കേടുകളും ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരേ MLA-യുടെ ഭാര്യയായി 2 വ്യത്യസ്ത പേരുകളിൽ പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ട്. അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ CA മാത്യുവിൻ്റെ ഭാര്യയായി ഏലിയാമ്മ മാത്യു, ഒപ്പം തന്നെ ഏലിയാമ്മ വർഗീസ് എന്നിവരാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവരും പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് പേര് മാറിയതുകൊണ്ട് തന്നെ ഇരട്ട പെൻഷൻ, അങ്ങനെ ക്രമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നിയമസഭാ സാമാജികർക്കുള്ള, അതല്ലാതെ മുൻ MLA-മാർക്കൊക്കെയുള്ള ഈ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ളത് എന്നുള്ളത് ഇതൊരു ചെറിയ ഒരു തെറ്റായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇഷ്ടക്കാർക്ക് വേണ്ടി ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട പേരുകളിൽ വഴിവിട്ട രീതിയിൽ പെൻഷൻ നൽകുന്ന രീതിയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ RTA രേഖയാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുകയും ചെയ്യുന്നത്.